ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു സിമ്പിളായിട്ടുള്ള ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. നല്ല മുരിഞ്ഞിട്ടുള്ള ഉള്ളിവടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ ആഡ് ചെയ്യുക. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഉള്ളിൽ നിന്നുള്ള വെള്ളം തന്നെ ഉണ്ടാവും നമുക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിനി നമ്മുടെ ഉള്ളിയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയുടെ വലുപ്പത്തിനനുസരിച്ച് മൈദയുടെ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ഉള്ളിയുടെ അളവായിരിക്കണം കൂടുതൽ, മൈദ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളം കായമാണ്. അപ്പം കായം കൂടി പോകാൻ പാടില്ല, ടേസ്റ്റിൽ വ്യത്യാസം വരും. ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് അത് കുറേശ്ശായിട്ട് ഈ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കോരി മാറ്റുക. എന്നിട്ട് അടുത്ത ബാച്ചസ് ആയിട്ട് ബാക്കിയുള്ള മാവ് കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുകയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും നല്ല നല്ല റെസിപ്പീസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.